ലേക്കും. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പാരഗ്രാഫ് എടുക്കാൻ പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കാം. അറ്റ് ദി ബൗദ്ധ്നാഥ് സ്തൂപ. അങ്ങനെ ബൗദ്ധ്നാഥ് സ്തൂപയിൽ വെച്ച്, അതെവിടെയാണോ? ദ ബുദ്ധിസ്റ്റ് ഷ്രൈൻ ഓഫ് കാത്മണ്ഡു. അത് കാത്മണ്ഡുവിലെ ബുദ്ധന്മാരുടെ ക്ഷേത്രമാണ് ബൗദ്ധ്നാഥ് സ്തൂപ. ദർ ഈസ്, അവിടെയുണ്ട്. ഇൻ കോൺട്രാസ്റ്റ്, വളരെ നേരെ മറിച്ചുള്ളൊരു അവസ്ഥയാണ് അവിടെ. അവിടെ എന്തായിരിക്കും? എ സെൻസ് ഓഫ് സ്റ്റിൽനെസ്, ഒരു ശാന്തതയുടെ ഭാവമാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടാം. നേരെ മറിച്ച് നമ്മൾ കാത്മണ്ഡുവിലെ മുമ്പ് പറഞ്ഞിരുന്നൊരു ക്ഷേത്രം ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു? വളരെ അലങ്കോലമായി കിടക്കുന്ന ഒരു ഫേബ്രിയൽ കൺഫ്യൂഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ വളരെ അലങ്കോലമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിൻ്റെ മുമ്പത്തെ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ നമ്മൾ പറഞ്ഞത്. ഇവിടെയാണെങ്കിലോ വളരെ ശാന്തതയുടെ ഒരു ഭാവം മാത്രമാണ് അവിടെ ഉള്ളത്. ഇറ്റ്സ് ഇമ്മൻസ് വൈറ്റ് ഡോം, അതിൻ്റെ വലിയ വെള്ളക്കുബ്ബ. ഡോം എന്ന് പറഞ്ഞാൽ തായിക കുട എന്നൊക്കെ പറയും. അതൊക്കെ ഈസ് റിങ്ഡ്, അത് വളയം ചെയ്യപ്പെട്ടിട്ടുണ്ട് ബൈ എ റോഡ്, ഒരു റോഡിനാൽ. അപ്പോൾ അതിൻ്റെ ചുറ്റൊരു റോഡുണ്ട് നമുക്ക് മനസ്സിലായി. മാത്രമല്ല സ്മോൾ ഷോപ്പ് സ്റ്റാൻഡ് ഓൺ ഇറ്റ്സ് ഔട്ടർ എഡ്ജ്, ചെറിയ ഷോപ്പുകൾ സ്റ്റാൻഡ്, അത് നിലകൊള്ളുന്നു ഓൺ ഇറ്റ്സ് ഔട്ടർ എഡ്ജ്, അതിൻ്റെ പുറം ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു മൂലയിൽ ഒരുപാട് ഷോപ്പുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നാലോ മെനി ഓഫ് ദീസ്, ഈ ഷോപ്പുകളിൽ അധികവും ആർ ഓൺഡ്, അത് ഉടമപ്പെടുത്തിയിട്ടുള്ളത് ബൈ ടിബറ്റിയൻ ഇമിഗ്രൻസ്, അതായത് ടിബറ്റിയൻ കുടിയേറ്റക്കാരാലാണ് ഇതെല്ലാം ഉടമപ്പെടുത്തിയത്. അതായത് അവിടുത്തെ ഇപ്പോൾ ഷോപ്പിൻ്റെ ഉടമകൾ അധികവും ടിബറ്റിയൻസ് ആണെന്ന് മനസ്സിലായി. മാത്രമല്ല അവിടുത്തെ സാധനങ്ങൾ ഫെൽറ്റ് ബാഗ്സ്, അതായത് കമ്പിളിയുടെ ബാഗുകൾ, ടിബറ്റൻ പ്രിൻസ്, അതായത് ടിബറ്റിയൻ പ്രിൻസുകൾ വെച്ചിട്ടുള്ള ബാഗുകൾ, ആൻഡ് സിൽവർ ജ്വല്ലറി. പിന്നെന്താ പറയുക, സിൽവർ ജ്വല്ലറി, അതായത് വെള്ളികളുടെ ജ്വല്ലറികളൊക്കെ ഉണ്ടാവും അവിടെ. അതൊക്കെ ക്യാൻ ബി ബോട്ട് ഹിയർ, അതൊക്കെ അവിടെ വിൽക്കപ്പെടാം. ദർ ആർ നോ ക്രൗഡ്സ്, അവിടെ തീരെ ജനങ്ങളൊന്നുമില്ല മക്കളെ. ദിസ് ഈസ് എ ഹെവൻ ഓഫ് ക്വയറ്റ്നെസ്, അതൊരു ശാന്തതയുടെ അഭയകേന്ദ്രമാണ്. ഇൻ ദി ബിസി സ്ട്രീറ്റ്സ് അറൗണ്ട്, ചുറ്റുമുള്ള തിരക്ക് പിടിച്ച തെരുവുകൾക്കിടയിലുള്ള ശാന്തതയുടെ ഒരു അഭയകേന്ദ്രമാണ് ഏത്? ബൗദ്ധ്നാഥ് സ്തൂപ. ഇനി അടുത്ത് പറയുന്നത് കാത്മണ്ഡു ഈസ് വിവിധ്, അത് വളരെ പലതരത്തിലാണ് കാത്മണ്ഡു. മേഴ്സിനറി, അതായത് മേഴ്സിനറി എന്ന് പറഞ്ഞാൽ കൂലിക്ക് വേല ചെയ്യുന്ന പട്ടാളക്കാർ, പിന്നെ റിലീജിയസ്, മതവിശ്വാസമുള്ളവർ, അങ്ങനെ അടങ്ങിക്കിടക്കുക. അതുമാത്രമല്ല വിത്ത് സ്മോൾ ഷ്രൈൻസ്, മാത്രമല്ല ചെറിയ ക്ഷേത്രങ്ങൾ, ടു ഫ്ലവർ അഡോണ്ട്, പൂക്കളാൽ അലങ്കൃതമാക്കപ്പെട്ട ഡയറ്റീസ്, ദേവതകളുള്ള ഒരുപാട് ചെറിയ ക്ഷേത്രങ്ങൾ അതിലുണ്ടാവും. അതും ഇങ്ങനെ എവിടെയാണ്? അലോങ് ദി നാരോസ്റ്റ് ആൻഡ് ബിസിസ്റ്റ് സ്ട്രീറ്റ്സ്, അതും അലോങ് ഏതിനു കുറുകെ? നാരോസ്, വളരെ ഇടുങ്ങിയതും, ആൻഡ് ബിസിയസ്റ്റ് സ്ട്രീറ്റ്സ്, അതായത് വളരെ തിരക്കു പിടിച്ച സ്ട്രീറ്റുകൾക്കിടയിലൂടെയുള്ള, അതിന് കുറുകെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങളും അവിടെയുണ്ട്. മാത്രമല്ല ഇതൊക്കെ ഇങ്ങനെ വിത്ത് ഫ്രൂട്ട് സെല്ലർ, ഈ സ്ട്രീറ്റുകളൊക്കെ ഇങ്ങനെ വിത്ത് ഫ്രൂട്ട് സെല്ലേഴ്സ്, അതായത് പഴങ്ങൾ വിൽക്കുന്നവരോടുകൂടിയും, ഫ്ലൂട്ട് സെല്ലർ, വാദ്യങ്ങൾ വിൽക്കുന്നവരുണ്ട്, ഹൗക്കേഴ്സ്, വൈപ്പ് കച്ചവടക്കാരുണ്ട്, ഓഫ് പോസ്റ്റ് കാർഡിൻ്റെ, അതായത് കത്തുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഷോപ്പുകൾ, അവിടുത്തെ ഷോപ്പുകൾ സെല്ലിങ് വെസ്റ്റേൺ കോസ്മെറ്റിക്സ്, അവിടെ അതായത് പാശ്ചാത്യരുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള കോസ്മെറ്റിക്സ്, സുഗന്ധദ്രവ്യങ്ങളായിരിക്കും അവിടെ അധികവും. മാത്രമല്ല ഫിലിം റോളുകളുണ്ട്, അതായത് കാസറ്റുകൾ, ആൻഡ് ചോക്ലേറ്റ്സുകൾ വിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ കോപ്പർ യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞാൽ പിച്ചള പാത്രങ്ങൾ, യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ. ആൻഡ് നെപ്പാളീസ് ആൻറ്റ്യൂക്സ്, നെപ്പാളിയൻ പഴയ പുരാതന വസ്തുക്കളൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഫിലിം സോങ്സ് ബ്ലെയർ ഔട്ട് ഫ്രം ദി റേഡിയോസ്, ഫിലിം പാട്ടുകൾ, അതായത് സിനിമ പാട്ടുകളൊക്കെ ബ്ലെയർ ഔട്ട്, അതിങ്ങനെ പൊട്ടിപ്പുറത്തു വരുന്നു, അതായത് ശബ്ദമുണ്ടാക്കുന്നു. ഫ്രം ദി റേഡിയോയിൽ നിന്ന്. കാർ ഹോൺ സൗണ്ട്, കാറിൻ്റെ ഹോണുകൾ സൗണ്ട് ഉണ്ടാക്കുന്നു. ബൈസിക്കിൾ ബെൽസ് റിങ്ങും, ബൈസിക്കിളിൻ്റെ ബെല്ലുകളൊക്കെ റിങ് ചെയ്യുന്നു, അതായത് മണിനാഥം മുഴക്കുന്നു. സ്ട്രേ കൗസ് ലോ, അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കൗസ്, പശുക്കളൊക്കെ ലോ ക്വസ്റ്റ്യനിങ്ങിൽ, ചെറിയ രീതിയിൽ ചോദ്യചിഹ്നമായി കൊണ്ട് കിടക്കുന്നു. ആറ്റ് മോട്ടോർ സൈക്കിൾ വാഹനങ്ങൾക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിക്കുന്ന കൗ, അതായത് പശുക്കളൊക്കെ ഇവർക്കൊക്കെ ചോദ്യമായി കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചോദ്യമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലഞ്ഞെടുക്കുമ്പോൾ വണ്ടികൾക്ക് പോകാൻ ബുദ്ധിമുട്ടാവുന്നു. വെൻഡേഴ്സ് ഷൗട്ട് ഔട്ട് ദെയർ വെയർസ്, വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ ഷൗട്ട് ഔട്ട്, അവർ അലമുറയിടുന്നു. ദെയർ വയർസ്, അവരുടെ വിൽപ്പന വസ്തുക്കൾ വിൽക്കാൻ വേണ്ടി അവർ അലമുറയിടുന്നു. എന്നാലോ ഞാൻ
ഞാൻ വളരെ ഞാൻ വിനോദം കണ്ടെത്തുന്നു മൈസെൽഫ് സ്വയം മൈൻഡ്ലെസ്ലി, അതായത് അശ്രദ്ധമായിട്ട്, അതായത് അതിലേക്കൊന്ന് ഇറങ്ങിയാൽ മതി, നമുക്കൊന്നും ഒരു പിടുത്തുണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഓൾറെഡി എന്താണ് ഓട്ടോമാറ്റിക്കലി അതിലെന്താവും വിനോദം കണ്ടെത്തി പോകുന്നതാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ എന്താക്കി, ബൈ എ ബാർ ഓഫ് മർസിപ്പൻ എന്ന് പറയുന്ന ഒരു മധുര പലഹാരത്തിൻ്റെ കട്ട ഞാൻ വാങ്ങി. എ കോൺ ഓൺ ദി കോബ് പറഞ്ഞാൽ ഒരു ഉരുണ്ട രീതിയിലുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ്. അത് ഇതിൻ്റെ പേരിങ്ങനെ കോൺ ഓൺ ദി കോബ്, അതായത് കോൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ധാന്യത്തിൻ്റെ ഒരു കൊല ഉണ്ടല്ലോ, അത് നമ്മൾ പുറത്തൊക്കെ വിദ്യാർത്ഥിനൊക്കെ പോകുമ്പോൾ ഭക്ഷിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് അതിൽ മുളക്, ഉപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് തീയിൽ കാട്ടിയിട്ട്, ചാർക്കോളിൽ കാട്ടിയിട്ട് ഇങ്ങനെ പൊരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതാണ് സംഭവം. അപ്പോൾ ആ എ കോൺ ഓൺ ദി കോബ് ഞാൻ വാങ്ങി. അത് എങ്ങനത്തെ കോബാണ്? റോസ്റ്റഡ്, അത് ചുട്ടത് ഇൻ എ ചാർക്കോൾ ബ്രേസിയർ എന്ന് പറഞ്ഞാൽ ഒരു അടുപ്പ് പോലത്തെ കേട്ടോ. ചാർക്കോൾ പറഞ്ഞാൽ കരി, അതിൽ ചുട്ടുണ്ടാക്കിയ ഒരു കോണും ഞാൻ തിന്നു. ഏതിൻ്റെ മേൽ? ഓൺ ദി പാവ്മെൻ്റ്, നിലത്തിന്മേൽ. അതേതാ പറയുന്നത്. മാത്രമല്ല അത് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അതെന്താന്ന്? അത് റബ്ഡ് വിത്ത് സാൾട്ട്, ഉപ്പ് കൊണ്ട് ഇങ്ങനെ തേച്ചിട്ടുണ്ട്. ചില്ലി പൗഡർ, മുളക് പൊടി ഉണ്ട്, ആൻഡ് ലെമൺ, നാരങ്ങയുണ്ട്. ഇതൊക്കെ തേച്ചിട്ടുള്ളൊരു സാധനമാണ്. മാത്രമല്ല എ കപ്പിൾ ഓഫ് ലവ് സ്റ്റോറി കോമിക്സ്, അതായത് ഒരു പുസ്തകമാണ്. ആ പുസ്തകം കപ്പിൾ ഓഫ് ലവ് സ്റ്റോറി കോമിക്സ്, അതിൻ്റെ കോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തമാശകൾ. അതിൻ്റെ ഒരു പുസ്തകം ഞാൻ വാങ്ങിച്ചു. ആൻഡ് ഈവൻ എ റീഡേഴ്സ് ഡൈജസ്റ്റ് പോലും ഞാനൊന്ന് വാങ്ങിച്ചു. ഇതെല്ലാം ഐ വാഷ് ഡൗൺ, അതായത് തിന്നു കഴിഞ്ഞതിന് ശേഷം ഐ വാഷ് ഡൗൺ, ഞാനൊന്ന് കഴുകി വിത്ത് കൊക്കോക്കോളയോടുകൂടെ, അതായത് കൊക്കോക്കോള, അതായത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കൊക്കോക്കോള കുടിച്ചു എന്നാണ് പറയുന്നത്. ആൻഡ് നൗ സീറ്റിംഗ് ഓറഞ്ച് ഡ്രിങ്ക്, പിന്നെന്താ പറയുക, ഒരു ഓക്കാനമുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഓറഞ്ച് ഡ്രിങ്ക്, അതായത് നാരങ്ങ വെള്ളവും ഞാൻ കുടിച്ചു എന്നർത്ഥം. ഓക്കാനുണ്ടാക്കാന്ന് പറഞ്ഞാൽ സോഡ, അങ്ങനത്തെ ഐറ്റംസാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ആൻഡ് ഫീൽ മച്ച് ദി ബെറ്റർ ഫോർ ഇറ്റ്, അതും കൂടെയൊക്കെ കുടിച്ചപ്പോൾ എനിക്ക് ഒന്നുകൂടെ അടിപൊളിയായിട്ട് എന്തായി ഫീൽ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. നല്ലൊരു ഫീലിംഗ്. ഐ കൺസിഡർ, ഞാൻ പരിഗണിക്കുന്നു, വാട്ട് റൂട്ട്, ഏത് റൂട്ടാണ് ഐ ഷുഡ് ടേക്ക് ബാക്ക് ഹോം, വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഞാൻ എടുക്കേണ്ടത് ഏത് റൂട്ടാണെന്ന് ഞാനിങ്ങനെ പരിഗണിക്കാറുണ്ടാൽ ഞാൻ അങ്ങനെ കണക്ക് കൂട്ടാണ്. ഇഫ് ഐ വേർ പ്രൊപ്പൽഡ്, ഞാനെങ്ങാനും പ്രൊപ്പൽഡ് ബൈ എന്തൂഷ്യാസം, ഞാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ബൈ എന്തൂഷ്യാസം, ഒരു ആവേശത്തിൽ, ഫോർ ട്രാവൽ, യാത്രക്ക് വേണ്ടി, പേഴ്സെ ഇറ്റ് സെൽഫ്, ആ യാത്രക്ക് വേണ്ടി തന്നെ ഞാൻ പെട്ടെന്ന് പ്രേരിപ്പിക്കുക. അതായത് ഇയാൾ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് ഇവിടുന്നും സ്കൂട്ടാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? ഇഫ് ഐ വേർ പ്രോപ്പർലി, ഞാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ, ബൈ എന്തൂഷ്യാസം, വല്ല ആവേശത്തിൽ ഞാൻ പ്രേരിപ്പിക്കുകയാണ്, ഫോർ ട്രാവൽ, യാത്രക്ക് വേണ്ടി ഞാൻ പുറപ്പെടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, പെർസെ എന്ന് പറഞ്ഞാൽ യാത്രക്ക് വേണ്ടി തന്നെ ഇപ്പോൾ തന്നെ പോകാൻ ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഐ വുഡ് ഗോ, എനിക്ക് പോകാം ബൈ ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ടു പട്നയിലേക്ക് ട്രെയിനിലോ ബസ്സിലോ എനിക്ക് പോകാം. എന്നിട്ടോ അവിടെ പട്നയിലെത്തിയിട്ട് സേലം, എനിക്ക് കപ്പൽ മുഖാന്തരം യാത്ര ചെയ്യാം. ഗംഗയിലൂടെ പാസ്റ്റ് ബനാറസ്, അതെന്താണ് പഴയ കാലത്തെ ബനാറസ് ആയിരുന്നു അത്. എന്നിട്ട് അതിലെ എങ്ങോട്ടേക്ക് പോവാം? പട്നയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അലഹാബാദിലേക്ക് എനിക്ക് പോകാം. പിന്നീട് വീണ്ടും എനിക്ക് കപ്പൽ മുഖാന്തരം യാത്ര ചെയ്യാം. എങ്ങനെ? യമുനയിലേക്ക്. യമുന പറഞ്ഞാൽ പാസ്റ്റ് ആഗ്ര, പണ്ടത്തെ ആഗ്രഹം. അങ്ങനെ യമുനയിലേക്കും പോവാം, അവിടുന്ന് ഇങ്ങോട്ടേക്കും പോവാം, ഡൽഹിയിലേക്കും പോകാം, അങ്ങനെ പറയണം. പക്ഷേ ഐ ആം ടു എക്സോസ്റ്റഡ്, ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു. ആൻഡ് ഹോം സിക്ക്, പക്ഷേ എനിക്കെന്ത് വളരെ ഗൃഹാതുരത്വവും തോന്നിയിരുന്നു. ഹോം സിക്ക് പറഞ്ഞാൽ ഗൃഹാതുരത്വമായ, അങ്ങനത്തെ. എക്സോസ്റ്റഡ് പറഞ്ഞാൽ ക്ഷീണിപ്പിക്കുക. ടുഡേ, ഇന്ന് ഈസ് ദി ലാസ്റ്റ് ഡേ, ഇന്ന് അവസാനത്തെ ദിവസമാണ്. ഓഗസ്റ്റിൽ അവസാന ദിവസമാണ്. ഗോ ഹോം, അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു. ഐ ടെൽ മൈസെൽഫ്, ഞാൻ സ്വയം പറയുന്നു, മൂവ് ഡയറക്ട്ലി ടുവാർഡ് ഹോം, നേരെ വീട്ടിലേക്ക് പോകാമെന്ന്. ഐ എൻഡോർ എ നേപ്പാൾ, അങ്ങനെ പോകാൻ നിൽക്കാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ എവിടെ പ്രവേശിച്ചു? നേപ്പാൾ എയർലൈൻസിലേക്ക് ഞാൻ പ്രവേശിച്ചു. എയർലൈൻസ് ഓഫീസിലേക്ക് പ്രവേശിച്ചു. ആൻഡ് ബൈ എ ടിക്കറ്റ് ഫോർ ടുമോറോസ് ഫ്ലൈറ്റ്, എന്നിട്ട് നാളത്തെ ഫ്ലൈറ്റിനുള്ള ടിക്കറ്റ് ഞാൻ മേടിക്കുകയും ചെയ്തു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും ശരിക്കും പോലെ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും.